യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഇന്ന് 2026 ഏപ്രിൽ 23 വ്യാഴാഴ്ച. ഇന്നത്തെ പ്രാർത്ഥന തുടങ്ങും മുൻപ് ഞാനൊരു വീട്ടിൻ്റെ നിശബ്ദത കേൾക്കുന്നു. മേശമേൽ മറിച്ച് വെച്ചിരിക്കുന്ന ഫോൺ ഇടയ്ക്കിടെ തിരിച്ചു നോക്കുന്ന ഒരാൾ, പലവട്ടം തുറന്നതുകൊണ്ട് മൂലകൾ ചുളിഞ്ഞുപോയ ഒരു പഴയ അപേക്ഷാപത്രം, അടുക്കളയിൽ പാത്രം തട്ടുന്ന ശബ്ദം കേൾക്കുമ്പോഴും മനസ്സവിടെയില്ല. വാടകയുടെ തീയതി അടുത്തിരിക്കുന്നു. മരുന്ന് വാങ്ങാനുള്ള പണം കണക്കാക്കി വെച്ചിരിക്കുന്നു. പക്ഷേ മനസ്സിൽ തിരിഞ്ഞു വരുന്നത് ഒരേയൊരു ചോദ്യം മാത്രം: കർത്താവേ, എനിക്കായി ഒരു വാതിൽ എപ്പോഴാണ് തുറക്കുന്നത്? ഇന്ന് വെറും മറ്റൊരു ദിവസം അല്ല പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളായി നാം ഒരുമിച്ച് നടത്തുന്ന പ്രാർത്ഥനയാത്രയിൽ കാത്തിരിപ്പിൻ്റെ മുറിവ് യേശുവിൻ്റെ കയ്യിൽ വെക്കുന്ന നിർണായക ദിവസമാണ് ഇന്ന്. ഉയിർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ വെളിച്ചം നമ്മുടെ ഏപ്രിൽ ദിവസങ്ങളിൽ ഇങ്ങനെ തന്നെ വീണുകൊണ്ടിരിക്കുന്നു. കാരണം ഉയിർപ്പിൻ്റെ വെളിച്ചം ആദ്യം പതിക്കുന്നത് അടഞ്ഞ കല്ലറകളിലും കുടുങ്ങിപ്പോയ മനസ്സുകളിലും തുറക്കാതെ നിൽക്കുന്ന വാതിലുകളിലുമാണ്. ഇന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് ഒരു വലിയ വേദനയ്ക്ക് വേണ്ടിയാണ്. പല അപേക്ഷകളും അയച്ചു, പലരോടും സംസാരിച്ചു. ചിലർ കാണാമെന്ന് പറഞ്ഞു, ചിലർ പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു, ചിലർ മറുപടി പോലും തന്നില്ല. സമയം നീളുന്നു. വീട്ടുകാർ ചോദിക്കുന്നു, ബന്ധുക്കൾ ചോദിക്കുന്നു. ചിലർ സഹതാപം കാണിക്കുന്നത് പോലും നിന്റെ ഉള്ളം തുളയ്ക്കുന്ന രീതിയിൽ ചോദിക്കുന്നു, ഇനിയും ഒന്നുമായില്ലേ? പ്രശ്നം വെറും ജോലി ലഭിക്കാത്തതല്ല. പ്രശ്നം ദിവസവും ചെറിയൊരു അപമാനം പോലെ ജീവിക്കേണ്ടി വരുന്നതാണ്. നിന്റെ കഴിവ് മങ്ങിയിട്ടില്ല, പക്ഷേ അവസരം വന്നിട്ടില്ല. നിന്റെ പ്രാർത്ഥന തീർന്നിട്ടില്ല, പക്ഷേ മറുപടി താമസിക്കുന്നു. അതാണ് ഇന്ന് ഞാൻ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. ഇന്നീ പ്രാർത്ഥന കേൾക്കുന്നവരിൽ ചിലർ വിദേശത്തേക്കുള്ള വിസക്കായി കാത്തിരിക്കുന്നവരാണ്. ചിലർ പരീക്ഷകൾ കഴിഞ്ഞിട്ട് ഒരു വിളിക്കായി കാത്തിരിക്കുന്നു. ചിലരുടെ കയ്യിൽ പാസ്പോർട്ട് ഉണ്ടെങ്കിലും വഴിയില്ല. ചിലരുടെ കയ്യിൽ ബിരുദ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലും ജോലിയില്ല. ചിലർ വീട്ടിലിരുന്ന് അമ്മയുടെ മരുന്ന് വാങ്ങേണ്ട പണം കണക്കാക്കി കരയുന്നു. ചിലർ ഭർത്താവിൻ്റെ വരുമാനം മതി വരാത്തതുകൊണ്ട് രണ്ടാമത്തെ വരുമാനവാതിൽ തുറക്കണമെന്നാവശ്യപ്പെട്ട് കർത്താവിനോട് പിടിച്ചു നിൽക്കുന്നു. ചിലരുടെ പണിതീരാത്ത വീട്ടിൻ്റെ മതിലുകൾ പോലും അവരുടെ മനസ്സിനെ നോക്കി ചോദിക്കുന്ന പോലെ തോന്നുന്നു, ഇനിയും എത്ര കാത്തിരിപ്പ്? പക്ഷേ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാം മീതെ യേശുവിൻ്റെ ഒരു വാക്ക് നമ്മളിലേക്ക് വരുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, ആരും അതിനെ അടയ്ക്കുകയില്ല. ഈ വചനം ഇന്നത്തെ നിന്റെ ഹൃദയത്തിലേക്കാണ്. മനുഷ്യർ തുറക്കാത്ത വാതിലുകളെക്കുറിച്ച് നീ കരഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവം തുറക്കുന്ന വാതിലിന് മനുഷ്യരുടെ അനുമതി വേണ്ട. നീ വിചാരിക്കുന്ന വഴിയിലല്ലെങ്കിലും, നീ കണക്കാക്കിയ സമയത്തല്ലെങ്കിലും, നിന്റെ നന്മയ്ക്കായി, നിന്റെ ആത്മാവിനെ തകർക്കാതെ, നിന്റെ വിശ്വാസത്തെ സംരക്ഷിച്ച് അവൻ തുറക്കുന്ന വാതിൽ ആരാലും അടയ്ക്കാൻ കഴിയില്ല. ഉയിർപ്പുകാലത്തിലാണ് നാം. ഒരു കല്ലറയുടെ വാതിൽ പോലും അടഞ്ഞു നിൽക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നിന്റെ ജീവിതത്തിലെ ഈ അടഞ്ഞ കവാടം എന്നേക്കുമായി അടഞ്ഞു തന്നെ നിൽക്കും എന്ന് ആരാണ് പറഞ്ഞത്? കല്ല് മാറ്റിയ ദൈവം പൂട്ടും തുറക്കും. മരണം ജയിച്ച യേശു മുടങ്ങിയ ഫയലിനും താമസിച്ച മറുപടിക്കും, തകരുന്ന ധൈര്യത്തിനും മൗനമായ ദിവസങ്ങൾക്കും പുതിയ അർത്ഥം നൽകും. ഈ കാത്തിരിപ്പ് നിന്റെ ജീവിതത്തിൻ്റെ അവസാനമല്ല. ചിലപ്പോൾ അത് പുതിയ ഒരു വാതിലിൻ്റെ തൊട്ടുമുമ്പിലുള്ള ഇടനാഴിയാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ അകത്തു നിന്ന് പറയുന്നുണ്ടാകാം, പക്ഷേ അച്ഛാ, ഞാൻ ക്ഷീണിച്ചു. അതെ, ഞാൻ അതറിഞ്ഞു. കാത്തിരിപ്പിനൊരു ശബ്ദമുണ്ട്. അത് വളരെ ഉച്ചത്തിൽ സംസാരിക്കില്ല,
പക്ഷെ രാത്രിയിൽ എല്ലാവരും ഉറങ്ങിയ ശേഷം അതിൻ്റെ ഭാരം കൂടുതൽ കേൾക്കും. തലയിണയിൽ മുഖം തിരിക്കുമ്പോൾ കേൾക്കും. പ്രാർത്ഥിക്കാൻ വാക്കുകൾ കിട്ടാതെയിരിക്കുമ്പോൾ കേൾക്കും. ആരും കാണാത്ത ഒരു നാണക്കേട് പോലെ അത് മനസ്സിൽ പതിയും. പലപ്പോഴും നീ ദൈവത്തോട് ചോദിച്ചിരിക്കാം, എന്നെ മറന്നോ? ഇല്ല പ്രിയപ്പെട്ടവരെ, അവൻ നിന്നെ മറന്നിട്ടില്ല. വൈകുന്നത് മറക്കലല്ല, മൗന ഉപേക്ഷണമല്ല. ചിലപ്പോൾ ദൈവത്തിൻ്റെ മൗനം പോലും തയ്യാറാക്കുന്ന കൃപയാണ്. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ മൗനം ഇത്ര ഭാരമുള്ളപ്പോൾ ദൈവത്തിൻ്റെ മൗനം എത്ര എളുപ്പമാണ് നാം തെറ്റിദ്ധരിക്കുന്നത്. പക്ഷേ യേശു മൗനമായ ദിവസങ്ങളിലും പ്രവർത്തിക്കുന്നു. വിത്ത് മണ്ണിനടിയിൽ ശബ്ദമില്ലാതെ പൊട്ടുന്നത് പോലെ, പുലരാൻ മുമ്പ് ആകാശം ശബ്ദമില്ലാതെ വെളുക്കുന്നത് പോലെ, താക്കോൽ തിരിയാൻ മുൻപ് പൂട്ടിനകത്ത് ഒരു നിമിഷം കേൾക്കാത്ത ഒരു ചലനമുണ്ടാകുന്നത് പോലെ, ദൈവം നിന്റെ കാര്യം ചെയ്യുമ്പോൾ ആദ്യ ശബ്ദം എല്ലായ്പ്പോഴും പുറത്തു കേൾക്കണമെന്നില്ല. പലപ്പോഴും അത് നിന്റെ ഉള്ളിൽ സമാധാനമായി തുടങ്ങി, പിന്നെ നിന്റെ ജീവിതത്തിൽ വാതിലായി തെളിയും. കഴിഞ്ഞാഴ്ച ഒരു സഹോദരൻ തൻ്റെ കഥ എഴുതി അയച്ചിരുന്നു. 3 മാസമായി ജോലി കിട്ടിയില്ല. വീട്ടിലെ ഡ്രോയറിൽ അവൻ ഒരു നീല പ്ലാസ്റ്റിക് ഫോൾഡർ വെച്ചിരുന്നു. അതിനകത്ത് സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ, പഴകിയ 2 ഫോട്ടോകൾ, മെഡിക്കൽ പരിശോധനയുടെ ഒരു ചീട്ട്, മടക്കി വെച്ചൊരു അപേക്ഷപത്രം. ദിവസവും രാവിലെ ആദ്യം ചെയ്യുന്നത് ഫോണിൽ അറിയിപ്പുകൾ നോക്കുന്നതായിരുന്നു. ഒന്നുമില്ല. ഒരിക്കൽ അവൻ എഴുതിയത് ഇങ്ങനെയായിരുന്നു: അമ്മ അടുക്കളയിൽ ചായ ഒഴിക്കുന്ന ശബ്ദം കേട്ടപ്പോൾ പോലും ഞാൻ പുറത്തേക്ക് പോകാതെ ഇരുന്നു. കാരണം വീണ്ടും എന്തെങ്കിലും വിവരം വന്നോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും എന്ന് അറിയില്ലായിരുന്നു. ആ സഹോദരൻ ഒരു ദിവസം രാത്രിയിൽ ഈ പ്രാർത്ഥന കേട്ട ശേഷം ആ നീല ഫോൾഡർ നെഞ്ചോട് ചേർത്ത് കരഞ്ഞു. ഉടനെ വലിയ അത്ഭുതമൊന്നും നടന്നില്ല. എന്നാൽ അടുത്ത ദിവസങ്ങളിൽ അവൻ്റെ ഉള്ളിൽ ഒരു സമാധാനം തുടങ്ങി. 4-ാം ദിവസം ഒരു അഭിമുഖത്തിനുള്ള വിളി വന്നു. ജോലി ഉടനെ വലിയ ശമ്പളത്തോടെ ആയില്ല. പക്ഷേ ആദ്യ മാസത്തെ ചെറിയ ശമ്പളത്തിൽ വീട്ടിലേക്ക് അയച്ച തുകയെക്കുറിച്ച് അവൻ പറഞ്ഞ ഒരു വാക്ക് എന്നെ തൊട്ടു. അച്ഛാ, തുക ചെറുതായിരുന്നു, പക്ഷേ ആ ദിവസം ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അപമാനം കൂടാതെ ആയിരുന്നു. ഇതാണ് ദൈവത്തിൻ്റെ വഴി. ചിലപ്പോഴൊക്കെ വാതിൽ തുറക്കുന്നത് ശബ്ദത്തോടെ അല്ല, ആശ്വാസത്തോടെ. ചിലപ്പോഴൊക്കെ കൃപ വലിയ പ്രഖ്യാപനമായി അല്ല, ലജ്ജമാറിയ ഒരു ചെറിയ ആശ്വാസമായി ആദ്യം വരും. അതിനാൽ ഇന്ന് നിന്റെ ജീവിതത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നത് ഒരു അതിരഹിത വാഗ്ദാനമല്ല, ഒരു വിശുദ്ധ പ്രത്യാശയാണ്. ഉടനെ എല്ലാം മാറുമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ യേശു നിന്റെ കാത്തിരിപ്പിനെ അർത്ഥശൂന്യമാക്കുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ വെറുതെ തളരുന്നില്ല. നിന്റെ കണ്ണീർ വെറുതെയല്ല. നിന്റെ അപേക്ഷകൾ ശൂന്യത്തിലേക്കല്ല പോയത്. നിന്റെ നാമം അവൻ്റെ ഹൃദയത്തിലുണ്ട്. നിന്റെ അടഞ്ഞ വാതിലിന് മുന്നിൽ ഉയിർത്തെഴുന്നേറ്റ കർത്താവ് നിൽക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, നിന്റെ അടുത്ത് ഏതെങ്കിലും ഒരു അടയാളമുണ്ടെങ്കിൽ കയ്യിലെടുക്കൂ. പാസ്പോർട്ടായിരിക്കാം, അപേക്ഷപത്രമായിരിക്കാം, സർട്ടിഫിക്കറ്റുകളുടെ ഫോൾഡർ ആയിരിക്കാം, ജോലിക്കായി കാത്തിരിക്കുന്ന രേഖയായിരിക്കാം. ഒന്നും അടുത്തില്ലെങ്കിൽ നിന്റെ വലത് കൈ നെഞ്ചിന്മേൽ വെക്കൂ. നിന്റെ ഹൃദയം തന്നെയാണ് ഇന്നത്തെ അപേക്ഷ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഈ വ്യാഴാഴ്ച രാവിലെയോ സായാഹ്നത്തിലോ ഏത് സമയത്തായാലും ഈ പ്രാർത്ഥന കേൾക്കുന്ന നിന്റെ മക്കളെ ഞാൻ നിന്റെ സന്നിധിയിൽ കൊണ്ടുവരുന്നു. തുറക്കാതെ നിൽക്കുന്ന വാതിലുകളുടെ വേദന നിനക്കറിയാം. മറുപടി വരാതെ നിൽക്കുന്ന ദിവസങ്ങളുടെ ക്ഷീണം നിനക്കറിയാം. പലതവണ അപേക്ഷിച്ചും ഒന്നും സംഭവിക്കാതിരുന്നപ്പോൾ ഉള്ളിൽ കട്ടപിടിച്ച നാണക്കേട് നിനക്കറിയാം. കർത്താവെ, വീട്ടുകാരുടെ ചോദ്യങ്ങളിൽ മനം മുറിഞ്ഞവരുണ്ട്. സ്വന്തമായി പഠിച്ചതെല്ലാം വെറുതെയായോ എന്ന് കരയുന്നവരുണ്ട്. വിസയ്ക്കായി കാത്തിരിക്കുകയാണ് ചിലർ. ജോലി അറിയിപ്പിനായി കാത്തിരിക്കുകയാണ് ചിലർ. പരിശ്രമിച്ചിട്ടും വഴിയില്ലാതായവരുണ്ട്. യേശുവേ,
നിന്റെ കരുണയുടെ കണ്ണ് ഇവരിലേക്ക് തിരിയണമേ. നീ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞ വചനമിപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ജീവിപ്പിക്കണമേ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു തുറന്ന വാതിൽ വെച്ചിരിക്കുന്നു, ആരും അതിനെ അടയ്ക്കുകയില്ല. കർത്താവേ, മനുഷ്യർ അടച്ച വാതിലുകൾക്കുമീതെ നീ അധികാരമുള്ളവനാണ്. പരിഹസിച്ചവരുടെ വാക്കുകളെക്കാൾ നിന്റെ വചനം ശക്തിയുള്ളതാണ്. താമസിച്ച ദിവസങ്ങളെക്കാൾ നിന്റെ സമയം വിശുദ്ധമാണ്. ഈ കാത്തിരിക്കുന്ന ഹൃദയത്തിൽ ആദ്യം സമാധാനം ഒഴുക്കണമേ. ഭയത്തിൻ്റെ കുരുക്കുകൾ അഴിക്കണമേ. എന്നിൽ എന്തോ കുറവുണ്ട് എന്ന കള്ളവാക്ക് ഇവരുടെ ഉള്ളിൽ നിന്നൊഴിപ്പിക്കണമേ. നീ മറക്കപ്പെട്ടവനല്ല, ഞാൻ നിന്നെ കാണുന്നു എന്ന് യേശുവേ ഇവരുടെ ആത്മാവിൽ പറഞ്ഞു കൊടുക്കണമേ. വാടകയുടെ ഭാരത്തിൽ വിറങ്ങലിച്ചിരിക്കുന്നവർക്ക് ആശ്വാസം തരണമേ. മരുന്നിനുള്ള പണം കണക്കാക്കുന്ന വീട്ടിൽ നിന്റെ ദയ നിറയണമേ. ജോലി തേടി മടങ്ങി വരുമ്പോൾ ചായ പോലും ശാന്തമായി കുടിക്കാനാവാത്ത ആ മനസ്സുകളിൽ നിന്റെ കരുണ ഇരിക്കണമേ. ഓരോ അപേക്ഷയും അയക്കുന്നതിന് മുൻപ് വിറക്കുന്ന വിരലുകൾക്ക് ആത്മവിശ്വാസം തരണമേ. അഭിമുഖത്തിന് പോകുമ്പോൾ തകർന്നു പോകുന്ന വാക്കുകൾക്ക് വ്യക്തത തരണമേ. മിണ്ടാതെ കരയുന്ന അപ്പന്മാർക്കും വിഷമം മറച്ചു നിൽക്കുന്ന അമ്മമാർക്കും ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് ഉള്ളിൽ കത്തുന്ന യുവാക്കളും യുവതികൾക്കും നീ സമീപമാകണമേ. കർത്താവെ, ഉയിർത്തെഴുന്നേറ്റവനെ, നീ കല്ലറയുടെ കല്ല് മാറ്റിയതുപോലെ ഇവരുടെ മുന്നിലെ ഭാരക്കല്ലുകളും മാറ്റണമേ. കുടുങ്ങിക്കിടക്കുന്ന നടപടികൾ നീങ്ങണമേ. ശരിയായ മനുഷ്യരെ നീ വഴിയിലിറക്കണമേ. തെറ്റായ വാതിലുകൾ അടഞ്ഞുപോകട്ടെ, ശരിയായ വാതിൽ തുറക്കട്ടെ. വൈകിയാലും വേദനിപ്പിക്കാത്ത വഴിയാകട്ടെ. ചെറിയ തുടക്കമായാലും അപമാനം മാറുന്ന തുടക്കമായിരിക്കട്ടെ. വലിയ പ്രഖ്യാപനമല്ലെങ്കിലും ശ്വസിക്കാൻ കഴിയുന്ന സമാധാനം ഇന്നു തന്നെ ഇവരുടെ ഉള്ളിൽ ആരംഭിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ ഹൃദയത്തിൽ ഒന്ന് മന്ദമായി പറയൂ. കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. വീണ്ടും പറയൂ. കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. ഇനിയും ഒരിക്കൽ. കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. ഈ വചനം ഇന്നത്തെ നിന്റെ ആത്മാവിൻ്റെ താക്കോലാകട്ടെ. ഇന്നത്തെ ഈ പ്രാർത്ഥന നിന്റെ ഹൃദയം തൊട്ടെങ്കിൽ നിന്റെ പേരെഴുതൂ. എന്തിനാണ് കാത്തിരിക്കുന്നത് എന്നും എഴുതൂ. ജോലി, വിസ, വീട്, സമാധാനം, പരീക്ഷ, രോഗശാന്തി, കുടുംബശാന്തി, എന്താണോ അത്. അല്ലെങ്കിൽ ഒരു ആമേൻ മാത്രം എഴുതൂ. ഇവിടെയുള്ള ഈ കുറിപ്പുകൾ വെറും വാക്കുകളല്ല, പരസ്പരം ചുമക്കുന്ന പ്രാർത്ഥനകളാണ്. ആരെങ്കിലും നിന്റെ പേരിന് വേണ്ടി പ്രാർത്ഥിക്കും. നീയും മറ്റൊരാളുടെ കുറിപ്പ് വായിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കൂ. അപ്പോൾ ഈ ഇടം ഒരു സാധാരണ അഭിപ്രായ സ്ഥലമല്ല. ഒരുമിച്ച് കരയും, ഒരുമിച്ച് പ്രത്യാശ പിടിച്ചു നിൽക്കും, ഒരു ചെറുപള്ളിയായി മാറും. ഇന്നത്തെ ആത്മീയ പ്രതികരണം ഇത്രമാത്രം. ഇന്ന് രാത്രി ഉറങ്ങാൻ മുൻപ് നിന്റെ കൈ നെഞ്ചിന്മേൽ വെച്ച് 3 പ്രാവശ്യം ഈ വചനം പറയുക. കർത്താവെ, നീ തുറക്കുന്ന വാതിൽ ആരും അടയ്ക്കില്ല. തുടർന്ന് ഒരു ചെറിയ ആമേൻ എഴുതി വെക്കൂ. ഫോണിലായാലും മതി, കാഗിതത്തിലായാലും മതി. അത് നിന്റെ വിശ്വാസത്തിൻ്റെ അടയാളമാകട്ടെ. ഉപായങ്ങൾക്കു പകരം സമർപ്പണം, ഭയത്തിനു പകരം വചനം, ഉത്കണ്ഠയ്ക്കു പകരം യേശുവിൻ്റെ സന്നിധി. ഈ പ്രാർത്ഥന ആരുടെയെങ്കിലും കണ്ണീരിന് ഉത്തരമാകാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് അയച്ചു തരൂ. നിന്റെ ഫോൺ ഇന്നൊരു പ്രസംഗപീഠമാകട്ടെ. നിന്റെ സന്ദേശം ഇന്നൊരാളുടെ ഇരുണ്ട മുറിയിൽ വെളിച്ചമാകട്ടെ. നിന്റെ നിലയിലും സന്ദേശത്തിലും കുടുംബ ഗ്രൂപ്പിലും ഒറ്റയ്ക്ക് മൗനമായി കരയുന്ന ആരെയെങ്കിലും ഓർത്തു ഈ വാക്ക് എത്തിക്കൂ. ദൈവവചനം പലപ്പോഴും വഴിയറിയാതെ നിൽക്കുന്ന ഒരാളുടെ വാതിലിൽ എത്തുന്നത് മറ്റൊരാളുടെ പങ്കുവെപ്പിലൂടെ തന്നെയാണ്. ഇപ്പോൾ ഞാൻ നിന്നെ ആശീർവദിക്കുന്നു. നിന്റെ കാത്തിരിപ്പിന് ദൈവം അർത്ഥം തരട്ടെ. നിന്റെ അടഞ്ഞ വാതിലുകൾക്ക് മുമ്പിൽ ഉയിർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വെളിച്ചം തെളിയട്ടെ. നിന്റെ ലജ്ജകൃപയായി മാറട്ടെ. നിന്റെ വിറയുന്ന ഹൃദയത്തിൽ ഉറച്ച സമാധാനം പകരട്ടെ. ദൈവം തുറക്കുന്ന വഴി നിന്നെ കണ്ടെത്തട്ടെ. കാണുന്നതുവരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ. നാളെ പുലർച്ചെ കൃത്യം 5:30 മുടങ്ങാതെ വീണ്ടും പ്രാർത്ഥനയിൽ കാണാം.